നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ അകത്തേക്ക് വരൂ. എന്താ എന്തു പറ്റി? എന്താ മോളെ ഇത്? എന്റെ സുധേട്ടനെ രക്ഷിക്കണം സർ. 10 ലക്ഷവും ഞാൻ അടച്ചോളാം സർ. എനിക്ക് കുറച്ച് സാവകാശം തന്നാ മതി. കുറച്ച് പണം ഇപ്പൊ തന്നെ ഞാൻ അടച്ചോളാം. ബാക്കി ഒരു 2 ദിവസം അത് മതി. മുഴുവൻ പണവും ഞാൻ അടച്ചോളാം. കുട്ടി എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം സർ. സർ, ഈ കുട്ടിയുടെ ഹസ്ബൻഡിനെ പറ്റിയ ആക്സിഡന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്. സുധിയെ എന്റെ പേഴ്സണൽ പേഷ്യന്റായി കൺസിഡർ ചെയ്യണമെന്നും 1 രൂപ പോലും ഇവരിൽ നിന്ന് ഈടാക്കാൻ പാടില്ലെന്നും ഞാൻ സ്ട്രിക്റ്റായി പറഞ്ഞിരുന്നതാണ് സർ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആരെങ്കിലും കുട്ടിയോട് പണം ചോദിച്ചോ? പറയൂ. നിരഞ്ജന്റെ പേഴ്സണൽ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ആരോടും പണം വാങ്ങാറില്ല. പിന്നെ ആരാ കുട്ടിയോട് പണം ചോദിച്ചത്? അക്ഷരയാണ് സർ. ഇത് ഇവരോടുള്ള വ്യക്തിപരമായ വിരോധമല്ല, എന്നോടുള്ള വാശി തീർക്കല. അക്ഷര എന്താ മോളോട് പറഞ്ഞത്? ഇന്ന് തന്നെ പണം അടച്ചില്ലെങ്കിൽ സുധേട്ടനെ ചികിത്സിക്കില്ലെന്ന് പറഞ്ഞു. എനിക്ക് വേറെ ആരല്ല സർ. സർ, ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ച കാര്യം ഞാൻ സാറിനോട് പറഞ്ഞിരുന്നല്ലോ. അതെ, പറഞ്ഞിരുന്നു. ആ സങ്കടത്തിരിക്കുമ്പോഴാണ് സർ ഇത്രയും പണം ഇവരോട് അടയ്ക്കാൻ അക്ഷര പറഞ്ഞത്. എന്താ സർ ഇതൊക്കെ? ഈ ഹോസ്പിറ്റലിൽ ഞാൻ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഇതുപോലെ പല ഇടപെടലുകളും നടക്കുന്നുണ്ട്. ഇതതിന്റെ മാക്സിമം ആണ് സർ. നിരഞ്ജൻ, ഇത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രവർത്തനവും ഈ ഹോസ്പിറ്റലിൽ ആരും തടയില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ആരെ വേണമെങ്കിലും ചികിത്സിക്കാൻ സാധിക്കും. അതിനൊരു തടസ്സം ഉണ്ടാവില്ല. അത് ഞാൻ നിനക്ക് തന്ന വാക്കാ. ഇനി അത് നടക്കില്ല. മോളെ, നീ എന്താ ഈ കാണിച്ചത്? ഈ കുട്ടിയുടെ ഭർത്താവ് നിരഞ്ജന്റെ പേഴ്സണൽ പേഷ്യന്റ് ആണ്. പിന്നെ എന്തിനാ നീ ഈ കുട്ടിയോട് ബില്ലടയ്ക്കാൻ പറഞ്ഞത്? എന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് സർ. ഈ വർഷം 2 കോടിയിലധികം രൂപയാ നിങ്ങളുടെ ചാരിറ്റി പ്രവർത്തനത്തിനായി ഈ ഹോസ്പിറ്റലിൽ ചെലവാക്കിയത്. 2 കോടിക്ക് എത്ര പൂജയുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഇതിങ്ങനെ തുടർന്ന് പോവാൻ പറ്റില്ല. വഴി കാണുന്ന ഓരോരുത്തരെയും ഇങ്ങനെ ചാരിറ്റിയുടെ പേരിൽ ചികിത്സിക്കാനാണ് ഭാവമെങ്കിൽ ഈ ആശുപത്രി അധികം താമസിയാതെ പൂട്ടേണ്ടി വരും. അല്ല, ഇവരുടെ ഭർത്താവിനെ സൗജന്യമായി ചികിത്സിക്കാൻ ഇവരും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? അക്ഷര, മൈൻഡ് യുവർ വേർഡ്സ്. രോഗികളെ ചികിത്സിക്കുന്ന ജോലി മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പണം വാങ്ങുന്ന ജോലി ഞങ്ങൾ ചെയ്തോളാം. എന്നാ പിന്നെ അത് മാത്രമാക്കണ്ട, രോഗികളെ ചികിത്സിക്കുന്ന ജോലി കൂടി നീ അങ്ങ് ഏറ്റെടുത്തു. നിങ്ങൾ പോയാൽ നിങ്ങളെക്കാൾ നല്ല ഡോക്ടർ വരും. കൂടുതൽ ശമ്പളവും ഇൻസെന്റീവ്സും കിട്ടുമെന്ന് അറിഞ്ഞാ അക്ഷര ഹോസ്പിറ്റലിലേക്ക് ചാടാൻ കാത്തിരിക്കുന്ന ഡോക്ടർമാർ ഒരുപാടുണ്ട്.
അവരാരും ഇതുപോലെ ചാരിറ്റി എന്ന് പറഞ്ഞു പോകുന്നവരല്ല. ആശുപത്രിക്ക് നഷ്ടവും വരില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. പണം അടച്ചില്ലെങ്കിൽ ഇവർക്ക് ചികിത്സ ലഭിക്കില്ല. പിന്നെ പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമായിരിക്കും. അയ്യോ, അങ്ങനെ പറയരുത് മാഡം. പണം ഞങ്ങൾ അടച്ചോളാം. കുറച്ച് പണം റെഡിയായിട്ടുണ്ട്. ആഴ്ചയിൽ കണക്ക് തീർക്കാൻ ഇത് സ്റ്റേഷനറി കടയല്ല. സാർ, ഞങ്ങൾക്ക് ആരുടെ സൗജന്യം വേണ്ട. എന്റെ ഭർത്താവിന്റെ ചികിത്സയുടെ കാര്യത്തിൽ നിങ്ങൾ തമ്മിലൊരു വഴക്കും വേണ്ട. പണം അടയ്ക്കാൻ ഞങ്ങൾ തയ്യാറാ. പക്ഷെ പെട്ടെന്ന് ഇത്രയും പണം അടയ്ക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അല്പം ബുദ്ധിമുട്ട് നേരിട്ടെന്നേ ഉള്ളൂ. അക്ഷര, നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിരഞ്ജനി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ തന്നെ ഇതൊക്കെ ഞാൻ സമ്മതിച്ചിരുന്ന. അന്നത്തെ അവസ്ഥയല്ലേ ഇപ്പൊ ഹോസ്പിറ്റലിന്. ഒരു ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞാ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാ. അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുമ്പോഴേ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഡാഡി ഇതിനകത്ത് ഇനി ഇടപെടരുത്. എത്രയും പെട്ടെന്ന് പണം അടയ്ക്കണം. ഇല്ലെങ്കിൽ ഭർത്താവിനെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ദേവിക, അവളീ പറഞ്ഞിട്ട് പോയൊന്നും കാര്യാക്കണ്ട. വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. ഇതൊക്കെ എന്നോടുള്ള വാശി കാണിക്കുന്ന. വേണ്ട സർ, ഞങ്ങൾക്ക് വേണ്ടി സാറിനെയും ബുദ്ധിമുട്ടണ്ട. ഇതുവരെ ചെയ്തതിനൊക്കെ സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് നേരത്ത് ദൈവത്തെ പോലെ സാർ വന്നത്. ആ നന്മ മാത്രം മതി ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് വേണ്ടി സാർ ആരുടെ മുന്നിലും താഴരുത്. പണം ഞങ്ങൾ അടച്ചോളാം. പക്ഷെ പണം ഇല്ലാത്തതിന്റെ പേരിൽ എന്റെ സുധേട്ടന്റെ ചികിത്സ മാത്രം നിഷേധിക്കരുത്. ദേവിക, ഇപ്പൊ മുറിയിലേക്കല്ലേ, നമുക്ക് എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. കുട്ടി വിഷമിക്കണ്ട. ഞാൻ നിരഞ്ജനോടൊന്ന് സംസാരിക്കട്ടെ. പണമില്ലാത്തതിന്റെ പേരിൽ ഈ ഹോസ്പിറ്റലിൽ ഇന്നുവരെ ആർക്കും ചികിത്സ കിട്ടാതിരുന്നിട്ടില്ല. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അല്ലെങ്കിൽ കുട്ടി ഒരു കാര്യം ചെയ്യും, കയ്യിലുള്ള പണം കുറച്ച് കൗണ്ടറിൽ അടച്ചേക്ക്. അവൾക്കൊരു സമാധാനമാവട്ടെ. സർ, അത് നമുക്ക് വഴിയുണ്ടാക്കാം. എല്ലാത്തിനും പരിഹാരമുണ്ട്. ഞാൻ പറയുന്നത് കേൾക്ക്. കുട്ടി ചെല്ല്. മോനെ, ഇതിനൊരു വഴിയേ ഉള്ളൂ. ആ കുട്ടി കൗണ്ടറിൽ അടയ്ക്കുന്ന പണം നമുക്ക് പിന്നീട് തിരിച്ചു കൊടുക്കാം. തൽക്കാലം കുറച്ച് പണം അടച്ചുവെന്ന് അക്ഷര വിശ്വസിക്കുകയും ചെയ്യും. ഇത് തെറ്റാണ് സർ, വലിയ തെറ്റാണ്. അക്ഷരയുടെ വാശി ഒന്ന് തണുപ്പിക്കാൻ തൽക്കാലം നമുക്കിങ്ങനെ ചെയ്യാം. അതിനുശേഷം ആ കുട്ടിക്ക് മുഴുവൻ പണവും വേണമെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. എന്താ പോരെ? മഹാപാപ അവളീ ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ടാ സൗജന്യമായി സുധിയെ ചികിത്സിക്കുന്നതെന്ന് ഇനിയെങ്കിലും സാർ അറിയണം. ഒരു ഡോക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ അവരോട് ചെയ്തത്. കുറ്റബോധം കൊണ്ട് വീർപ്പ് മുട്ടിയ ഓരോ നിമിഷവും ഞാൻ അവരുടെ മുമ്പിൽ നിൽക്കുന്നത് അതറിയോ സാറിന്? ആ
പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത് സുഖമാക്കി വിടേണ്ടത് നമ്മുടെ കടമയും ബാധ്യതയാണ് സർ. ഇതൊരു സൗജന്യ ചികിത്സയല്ല സർ. എത്ര പണം അങ്ങോട്ട് വാരിക്കൊടുത്താലും ആ ചെറുപ്പക്കാരനോട് ചെയ്ത തെറ്റിന് ഒരു പരിഹാരവും ആവില്ല. അവന്റെ ജീവിതം തകർത്തതിൽ നമുക്കും പങ്കുണ്ട് സർ. മോനെ, നീ എന്തൊക്കെ ഈ പറയുന്നത്? അവന് പറ്റിയ ആക്സിഡന്റിൽ നമുക്കെന്താ പങ്ക്? നമുക്കേ പങ്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സാറിന്റെ മോൾക്ക് അക്ഷരയാണ് സർ ഈ ആക്സിഡന്റിന് കാരണം. അക്ഷര കാരണമാണ് സർ ആ ആക്സിഡന്റ് ഉണ്ടായത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന ഡാഡി പറയുന്നേ? സുധി ഹോസ്പിറ്റലാകാൻ ആരാ കാരണം? നീയല്ലേ? നീ കാണിച്ച അഹങ്കാരം കൊണ്ടല്ലേ സുധി ഹോസ്പിറ്റലായത്? ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാ നിരഞ്ജൻ അവനെ അവന്റെ പേഴ്സണൽ പേഷ്യന്റ് ആക്കിയത്. എന്നിട്ടും നീ അവരോട് പണം കണക്ക് പറഞ്ഞു വാങ്ങിച്ചു. അയാള് പറഞ്ഞു തന്നതൊക്കെ ഡാഡി അങ്ങ് വിശ്വസിച്ചോ? എനിക്ക് നിരഞ്ജനെ വിശ്വാസമാണ്. അവൻ എന്നോട് കള്ളം പറയില്ല. ഡാഡി, ഞാൻ പറയുന്നത് കൂടി കേൾക്കണം. വേണ്ട, ഇന്ന് നീ ഒന്നും പറയണ്ട. സത്യമല്ല ഞാൻ അറിഞ്ഞു. നീ നിന്റെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്. നിന്റെ കയ്യിലെ തെറ്റുകൊണ്ടല്ലേ ആ അപകടം സംഭവിച്ചത്. പോലീസ് കേസെടുത്താൽ നീ ജയിലിൽ പോവും. അത് ഓർമ്മ വേണം. ഡാഡി അയാള് പറഞ്ഞു പറ്റിച്ചിരിക്കുക. കേസ് വന്ന ജയിലിൽ പോകുന്നത് ഞാനായിരിക്കില്ല, അയാളായിരിക്കും. കാരണം അപകടം നടന്നു എന്ന് പറയുന്ന സമയത്ത് വണ്ടി ഓടിച്ചിരുന്നത് ഞാനല്ല, അയാളാ. വണ്ടി ഓടിച്ചത് ഞാനാ. പക്ഷേ അവിടെ നടന്ന അപകടത്തിന് കാരണം നീ തന്നെയാ. ഞാൻ അങ്ങനെ ഒരു അപകടം കണ്ടിട്ടില്ല. എങ്ങനെ കാണാൻ? അതിന് ബോധമുണ്ടായിട്ട് വേണ്ടേ? ആ വണ്ടിയിലിരുന്ന് നീ കാണിച്ചു കൂട്ടിയൊന്നും നിനക്ക് ഓർമ്മയില്ലേ? ഞാനൊന്നും കാണിച്ചു കൂട്ടിയിട്ടില്ല. എന്റെ ഓർമ്മയിൽ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ചാരിറ്റിയുടെ പേരിൽ നിങ്ങൾ നടത്തുന്ന തോന്നിയാസങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്തണ്ട. സ്വന്തം കയ്യിൽ നിന്ന് പറ്റിയ തെറ്റ് ഇയാൾ എന്റെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്ക. അത് ഞാൻ സമ്മതിക്കില്ല. ഡാഡി, ഇത് വിശ്വസിക്കരുത്. സത്യം എന്താണെന്ന് എനിക്കറിയാം. നീ ആ പണം തിരിച്ചു കൊടുക്കണം. കൊടുത്തേ പറ്റൂ. ഇല്ല, ഞാനത് തിരിച്ചു കൊടുക്കില്ല. എന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റിയിട്ടുമില്ല. അവിടുത്തെ CCTV ഫുട്ടേജ് എടുത്താ ഡാഡിക്ക് മനസ്സിലാവും യഥാർത്ഥ കുറ്റവാളി ഇയാളാണെന്ന്. ആ പെണ്ണും ഇയാളും തമ്മില് മറ്റെന്തോ ബന്ധമുണ്ട്. അതുകൊണ്ടാ അവളുടെ ഭർത്താവിന് വേണ്ടി ഇയാൾ ഇത്രയ്ക്ക് വാദിക്കുന്നത്. അക്ഷര, മൈൻഡ് യുവർ വേർഡ്സ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ആക്സിഡന്റിന്റെ ഉത്തരവാദി ഇയാള് മാത്രം. സാറെന്തിനാ ഇക്കാര്യം അവളോട് ചോദിക്കാൻ പോയത്? എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവൾ എന്തും പറയും. എന്റെ മകള് വല്ലാതെ മാറിപ്പോയി, വല്ലാതെ. ഐ എം സോറി. സാരമില്ല സർ. അവരെ സഹായിക്കാൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വേണം. എങ്ങനെയെങ്കിലും ആ പണം അവർക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. എന്താ സുധേട്ട ഇങ്ങനെ? എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? മതി, എനിക്ക് ഈ ഹോസ്പിറ്റലിലെ ചികിത്സ മതി. ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. മരിക്കുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് മരിച്ചോട്ടെ. ഓഹോ, അപ്പൊ മരിക്കാൻ തന്നെ തീരുമാനിച്ചോ? എങ്കിൽ പിന്നെ അതന്നെ നടക്കട്ടെ. രാവിലെ മുതൽ ഒരേ വാശിയില. ഒരുപാട് നിർബന്ധിച്ചിട്ടാ മരുന്ന് കഴിച്ചത്. എന്തിനാ സുധേട്ട ഇങ്ങനെ വാശി പിടിക്കുന്നേ? കാര്യം എന്താണെന്ന് എന്നോട് പറ. നിന്റെ വീട് വിറ്റിട്ടാണോ എന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്നത്? അത് വേണ്ട. നിന്റെ അച്ഛന്റെ ഓർമ്മകളുള്ള വീട്. എന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി
അത് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കിനി സർജറിയും വേണ്ട, ഒന്നും വേണ്ട. എത്രയും പെട്ടെന്ന് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ മതി. മിണ്ടത് അവിടെ കിടന്നോണം. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തിനാ? സ്വന്തം അച്ഛനും അമ്മയും ആ കാഴ്ച കാണാനോ? എന്നിട്ട് അവർ എന്നെ ശപിക്കണം അല്ലേ? അതാണ് സുധേട്ടന് വേണ്ടത്? അല്ല, വീട് വിൽക്കുന്നതിൽ എന്താ തെറ്റ്? ആദ്യം അമ്മ പോയി, പിന്നെ ഇപ്പൊ ഒന്നും പറയാതെ അച്ഛനും കൂടി പോയി. എന്നെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ആ വീട് നിറയെ. അതൊന്നും കെട്ടിച്ചുമന്നോട് നടക്കാൻ എനിക്ക് വയ്യ സുധേട്ടാ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? അതുകൊണ്ട് തന്നെയാ ഞാനത് വിൽക്കാൻ തീരുമാനിച്ചത്. മിണ്ടരുത്, ഞാൻ പറഞ്ഞു തീർന്നില്ല. ഭൂമിയായാലും സ്വർണ്ണമായാലും മറ്റെന്ത് സമ്പത്തായാലും അതൊക്കെ ആവശ്യം വരുമ്പോ വിൽക്കാനോ പണയം വെക്കാനോ ഒക്കെ ഉള്ളതാ. അല്ലെങ്കിൽ പിന്നെ എന്താ ഇതിന്റെയൊക്കെ ഉപയോഗം? മരിക്കുമ്പോ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിട്ടോ? നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? ഞാൻ ദേഷ്യപ്പെടുന്ന മാത്രമേ കുറ്റമുള്ളൂ. അപ്പൊ സുധേട്ടൻ കാണിച്ചതോ? ഈ നഴ്സുമാരോട് വാശി കാണിച്ച എന്തിനാ? ഇതിനു വേണ്ടിയാണോ ഒരു പോളെ കണ്ണടക്കാതെ ഞാൻ നോക്കിയിരിക്കുന്നത്? എന്റെ അച്ഛന്റെ പ്രാർത്ഥനയാ സുധേട്ടന്റെ ജീവൻ. അവസാനമായിട്ട് ഞാൻ വിളിക്കുമ്പോ അച്ഛൻ ഏതോ അമ്പലത്തിന്റെ മുറ്റത്തായിരുന്നു. മരുമോന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ. പ്രാർത്ഥിച്ചു, തിരിച്ചു വാങ്ങി തരുകയും ചെയ്തു ഈ ജീവന്. അങ്ങനെ കിട്ടിയതാ. സുധേട്ടനേക്കാളും വലുതല്ല എനിക്ക് സ്വർണവും വീടും ഒന്നും. അപ്പൊ പിന്നെ സുധേട്ടന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ആ വീട് വിൽക്കുന്നതിൽ എന്താ തെറ്റ്? ഒന്ന് പതുക്കെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. മര്യാദക്ക് ഇവിടെ കിടന്നാ മതി. എനിക്കറിയാം സുധേട്ടനെ നോക്കാൻ. എത്ര കാലം? എത്ര കാലം നീ എന്നെ ഇങ്ങനെ നോക്കും? എന്റെ മരണം വരെ ഞാൻ നോക്കും. ഇതിപ്പോ കൊടുക്കാനുള്ളതാ. ഇങ്ങ് തന്നേക്കോ, ഞാൻ കൊടുത്തോളാം. സിസ്റ്റർ പോയിക്കോളൂ. വാതോർക്ക് മര്യാദക്ക് ഇത് കഴിക്കാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം വേറെ പറഞ്ഞേക്കാം. ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ നിർബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയത്? ജാതകം ചേരില്ലെന്ന് അറിഞ്ഞപ്പോ എല്ലാം അവസാനിപ്പിച്ച് പോരാൻ തുടങ്ങിയതല്ലേ ഞാൻ? അപ്പൊ എന്നെ നിർബന്ധിച്ചത് ആരാ? സുധേട്ടനല്ലേ? എന്നിട്ടിപ്പോ ഒറ്റയ്ക്ക് പോണം പോലും. എങ്ങോട്ട്? അങ്ങനെ നിങ്ങളെ ഒരു മരണത്തിനും വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ കണ്ണുമിഴിച്ച് നോക്കണ്ട. എനിക്കുള്ളത് സകലതും വിറ്റിട്ടായാലും നിങ്ങളെ ഞാൻ നോക്കും. എന്ത് ജോലിയും ചെയ്യും. അതിനിടയ്ക്ക് ഇതുപോലെ കുറുമ്പ് കാണിച്ചാലുണ്ടല്ലോ, എന്റെ വായിന്ന് ഇതുപോലെ വല്ലതും കേൾക്കും. പറഞ്ഞേക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു നിർബന്ധക്കാരൻ വന്നിരിക്കുന്നു. ഡിസ്ചാർജ് ചെയ്യണം പോലും. വേണ്ട, എന്നോട് മിണ്ടാൻ വരണ്ട.
സത്യേട്ടന്. ശരത്തേട്ടൻ അത് പെട്ടെന്ന് വിറ്റുതരും. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ശരത്തേട്ടന്റെ കയ്യില്. ആ ശരി, അവൻ മെടുക്കനാ. നീ അവനെ ഒന്ന് വിളിക്കും മനോഹര. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ശരത്തേട്ടന് നല്ല പിടിപാടാ. എത്ര വിൽക്കാത്ത വീടും ശരത്തേട്ടൻ വിറ്റുതരും. സത്യം പറഞ്ഞ ആ വീട് വിൽക്കുന്ന കാര്യം ആലോചിക്കുമ്പോ തന്നെ മനസ്സിനൊരു പെടച്ചില്ല. അല്ലാതെ വേറെ വഴിയില്ലല്ലോ മനോഹരേട്ടാ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച കാര്യം നടക്കോ? സ്വന്തം ഭർത്താവിന് വേണ്ടിയല്ലേ അവളത് വിൽക്കാൻ പറഞ്ഞത്? അവളുടെ ആഗ്രഹം നമ്മൾ നടത്തി കൊടുക്കണ്ടേ? അതിലെന്താ തെറ്റ്? അത് ശരിയാ. അന്യന്റേതാവുമ്പോ മനസാക്ഷി കുത്തിന്റെ ആവശ്യമില്ല അല്ലേ? നിന്റെ പറച്ചില് കേട്ടാ തോന്നും അത് വിൽക്കാൻ ഞാനാ സമ്മതിക്കാത്തതെന്ന്. എടാ, ഭർത്താക്കന്മാർക്ക് വേണ്ടി ചിലപ്പോ ഭാര്യമാര് സ്വർണവും പണവും വീടും ഒക്കെ വിൽക്കും. ഇതിപ്പോ അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ, അല്ലാതെ നമ്മൾ അതിൽ നിന്നൊന്നും എടുക്കാൻ പോകുന്നില്ലല്ലോ. ഇതൊക്കെ അവളുടെ കടമയാണെന്ന് അവൾക്ക് അറിയാം. അപ്പോ കൊച്ചുമോന്റെ ജീവൻ രക്ഷിക്കാൻ അമ്മയ്ക്ക് ഒരു കടമയില്ലല്ലേ? അതുകൊണ്ടാണോ അമ്മ ഈ വീട് വിൽക്കാൻ സമ്മതിക്കായിരുന്നേ? ഏത് വീട് വിറ്റാലും കാര്യം നടന്നാ പോരെ. അതിനിപ്പോ അവളുടെ വീട് നമ്മുടെ വീടെന്നൊക്കെ ഉണ്ടോ? എടാ, വെറുതെ കിടക്കുന്ന വീടല്ലേ. അവിടെ കിടന്ന് കാടി കയറി നശിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ അങ്ങ് വിൽക്കുന്നതാ. അല്ലെങ്കിൽ തന്നെ ഏട്ടത്തിക്കിനി എന്തിനാ വേറെ വീട്? ഏട്ടത്തിനെ താമസിക്കാൻ പോകുന്നത് ഇവിടെയല്ലേ? നമ്മൾ ഇങ്ങനെ പറഞ്ഞ് വഴക്ക് കൂടിയിട്ട് എന്താ കാര്യം? അവനവന്റെ കാര്യത്തോട് അടുക്കുമ്പോ എല്ലാവർക്കും വിഷമമുണ്ട് പാർവതി. മറ്റുള്ളവരുടെ നഷ്ടമൊന്നും നമ്മുടെ നഷ്ടമല്ലല്ലോ, അല്ലേ അമ്മേ? ഇതിപ്പോ ആരും ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതൊക്കെ അവനും അവളും കൂടിയൊക്കെ വരുത്തി വെച്ച വിധിയാ. അതിന് അവളുടെ വീട് വെക്കുന്നത് തന്നെയാ നല്ലത്. അല്ല മോളെ, ഞാൻ പറഞ്ഞതല്ലേ ശരി? ഇക്കാര്യത്തിൽ ഞാൻ മുത്തശ്ശിയുടെ കൂടെ തന്നെയാ. ആ ആഹാ, ഇത് കൊള്ളാം. കൂട്ടിരിക്കുന്ന നല്ല ആളാ. പെയിനിപ്പോ എങ്ങനെയുണ്ട്? ഇടയ്ക്ക് കുത്തി വലിക്കുന്ന പോലെ തോന്നും സർ. പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ആ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ സർ? ഡോക്ടർ ജോൺ മാത്യു വിളിച്ചു. അദ്ദേഹം മറ്റന്നാൾ സ്ഥലത്തെത്തും. 10 മിനിറ്റേ ആയുള്ളൂ അദ്ദേഹം വിളിച്ചിട്ട്. അത് പറയാനാ ഞാനിങ്ങോട്ട് വന്നത്. ജീവിക്കാനിപ്പോ വല്ലാത്ത കൊതി തോന്നും സർ. എല്ലാം ശരിയാവും. സമാധാനമായിട്ടിരിക്കും. സ്വാമിയോട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞല്ലേ? ഞാനിപ്പോ പോയാലും പോയില്ലെങ്കില് ഒക്കെ കണക്കാ. ഇവിടെ ആവുമ്പോ കുറച്ച് ആളുകളെങ്കിലും കാണാലോ. ആ കുട്ടിയുടെ കാര്യം കുറച്ച് കഷ്ടാ. ആ ദേവികയുടെ ഏത് നിമിഷവും അവള് സുധിക്ക് കാവലിരിക്കും. നല്ല ആത്മവിശ്വാസമുള്ള പെണ്ണാ ദേവിക. സുധിയോടുള്ള ദേവികയുടെ സ്നേഹം കാണുമ്പോഴാണ് എനിക്ക് അക്ഷര മേഡത്തിനോട് ദേഷ്യം തോന്നുന്നത്. എന്റെ ലൈഫിലുണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾക്കൊന്നും അക്ഷരയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അക്ഷര എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിനൊക്കെ അവൾക്ക് അവളുടേതായ ന്യായങ്ങളും കാരണങ്ങളും ഉണ്ട്. ഇത് കൊള്ളാം. ഡോക്ടർ ഇപ്പൊ മേഡത്തിനെ ന്യായീകരിക്കുകയാണ്. അല്ല,
നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ നമുക്ക് ശരിക്കും മനസ്സിലാവാത്തത്. അവൾക്കിഷ്ടമല്ലാതെ അവളുടെ ജീവിതത്തിലേക്ക് കയറി വന്ന ആളാ ഞാൻ. അതും അവളുടെ ഡാഡിയുടെ നിർബന്ധം കൊണ്ട് മാത്രം. പിന്നെ എങ്ങനെ അവൾ എന്നെ സ്നേഹിക്കും? വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു. അവളുടെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു അന്യൻ തന്നെയാണ്. ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരേയൊരു പാലം സുതിമോള. എന്നെ വെറുത്ത് അവൾ എൻ്റെ മോളെയും വെറുത്തു. സ്വന്തം കുഞ്ഞിനെ പോലും സ്നേഹിക്കാൻ അവൾക്കാവുന്നില്ല. സത്യത്തിൽ അതൊരു സൈക്കിക് പ്രോബ്ലം എന്ന് പറഞ്ഞ മാഡത്തിന് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്നാണ്. അതങ്ങനെ വലിയ രോഗമൊന്നുമല്ല. എന്നാൽ അതിന് നല്ലൊരു കൗൺസിലിംഗ് വേണം താനും. ഇക്കാര്യം അവളോട് ആര് പറയും? പറഞ്ഞാൽ തന്നെ അവളത് അംഗീകരിക്കോ? അപ്പൊ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എപ്പോഴെങ്കിലും സ്വയം അവളത് മനസ്സിലാക്കണം. പിന്നെ എങ്ങനെ മുന്നോട്ട് പോയാലോ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവൂ? അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിക്കാറേയില്ല. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാ ഞാൻ. അക്ഷരയോ സമൂഹത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയ ഒരു ഫാമിലി. അതും ജയശങ്കർ സാറിനെ പോലെ ഒരാളുടെ മകളായി ജനിച്ചു. ആഗ്രഹിക്കുന്ന എന്തും കിട്ടുന്ന ജീവിതം. പക്ഷെ എന്നിട്ടും ജീവിതത്തിൽ ഒരാളെ ഭർത്താവായി സ്വീകരിക്കേണ്ടി വന്നപ്പോൾ അവൾക്കിഷ്ടമില്ലാത്ത ഒരാളെ സ്വീകരിക്കേണ്ടതായി വന്നു. ഡാഡിയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആ മുറിവുകളൊന്നും അവളുടെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. അവൾക്ക് പിന്നെ എന്നോട് ഇങ്ങനെയല്ലാതെ എങ്ങനെ പെരുമാറാൻ കഴിയും? ഡോക്ടർ എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഒരു ദേഷ്യമില്ല. ഒരിക്കലുമില്ല. സത്യം ചിലപ്പോഴെങ്കിലും നമ്മളെ വേദനിപ്പിക്കുന്ന അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് അക്ഷരയ്ക്ക് വിശ്വാസമായോ? ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തത് ആരാ? നിരഞ്ജൻ സർ നേരിട്ടാണ്. ഇതിൽ ആദ്യത്തെ പേരാ സുധിയുടേതാണല്ലോ. അതെ. നിരഞ്ജൻ സാർ എന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇത്രയും പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ ജോൺ മാത്യുവിനെ പോലെ ഒരാളെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് ഇവർക്കൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഈ ഡോക്ടർക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഡോക്ടർ ജോൺ മാത്യുവിന്റെ വിസിറ്റിന്റെ ചാർജ് സുനിതയ്ക്കല്ലേ? അതെ. ഒരു കാരണവശാലും സുധി എന്ന പേഷ്യന്റിനെ ഡോക്ടർ ജോൺ മാത്യു കാണരുത്. അത് നടക്കില്ല. ഡോക്ടർ ജോൺ മാത്യുവിനെ കൊണ്ടുവരുന്ന തന്നെ ഈ സുധിയെ നോക്കാനാണ്. അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് അത് നടക്കരുതെന്ന്. ഇതെല്ലാം അയാള് ചെയ്യുന്നത് അവൾക്ക് വേണ്ടിയാ. അവളോടുള്ള സിമ്പതി. അവളെ ആശ്വസിപ്പിക്കാൻ അയാൾ ആരാ? അയ്യോ, ഇതൊന്നും ഞാൻ പറഞ്ഞാന്ന് പുറത്തറിഞ്ഞാൽ എന്റെ പണി പോകും. സുനിതയുടെ ജോലി പോകാതെ ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ എന്ത് ചെയ്തിട്ടായാലും സുനിത ഇതെനിക്ക് ചെയ്തു തന്നേ പറ്റൂ. എത്രയും പെട്ടെന്ന് മോനെ വീടൊന്ന് വിറ്റ് തരണം. ഓ, അത് ഞാൻ ഏറ്റു. എന്റെ കയ്യിൽ 1-2 പാർട്ടികളുണ്ട്. അവരോട് ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. മോനെ വില കുറച്ച് വാങ്ങിക്കാനാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ന്യായമായൊരു വില കിട്ടാതെ നമുക്ക് വീട് വിൽക്കാൻ പറ്റത്തില്ലല്ലോ. മോനാവുമ്പോ മറ്റു ബ്രോക്കർമാരെ പോലെ അല്ലല്ലോ. സ്വന്തം കാര്യമാണെന്ന് കരുതി മോനത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എനിക്കിതിൽ നിന്ന് ഒരു 5 പൈസ പോലും കമ്മീഷൻ വേണ്ട. ഈ കുടുംബത്തിലൊരു കാര്യം എന്ന് പറയുമ്പോൾ എന്റെ സ്വന്തം കാര്യം തന്നെ. കിട്ടാവുന്ന ഏറ്റവും നല്ല വിലയ്ക്ക് ഞാൻ ഈ വീട് വിറ്റുതരാം. ശരത്തേട്ടൻ ചായ പിടിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അച്ഛാ, ശരത്തേട്ടനെ കൊണ്ട് മാത്രമേ ഇത് വിൽക്കാൻ പറ്റൂ. വിൽക്കുന്നതിന് മുമ്പേ മോൻ ഇതിന്റെ കാര്യങ്ങളൊന്ന് ദേവികയോട് സംസാരിക്കണം. സംസാരിക്കാം. ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി ഏട്ടത്തിയോട് കാര്യം സംസാരിക്കാം. അല്ലെങ്കിലും അത് വിൽക്കുന്നതിന് മുമ്പ് ഏട്ടത്തിയുടെ അഭിപ്രായം കൂടെ അറിയണമല്ലോ. മോൻ ചായ കുടിക്കാം, ഞാനിപ്പോ വരാം. ഞാൻ നിർബന്ധിച്ചിട്ടാ വീട് വിൽക്കാൻ ശരത്തേട്ടനെ ഏൽപ്പിച്ചത്. അതെനിക്ക് മനസ്സിലായി. അതെ, വീട് വിറ്റ് കൊടുക്കുന്നു വെച്ച് കമ്മീഷൻ വാങ്ങാതിരിക്കൊന്നും വേണ്ട. മാന്യമായ കമ്മീഷൻ വാങ്ങിക്കണം. അത് വേണ്ട. ഇത് നിന്റെ ഏട്ടന്റെ കാര്യമല്ലേ? വിൽക്കുന്നത് ഏട്ടത്തിയുടെ സ്വന്തം വീടും. അപ്പൊ പിന്നെ ഞാൻ അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്നത് ശരിയാണോ നിത്യ?
കാര്യം ഞാൻ കച്ചവടക്കാരൻ തന്നെയാ. എന്നാലും എന്റെ മനസാക്ഷി ഇതിനെ അനുവദിക്കുന്നില്ല. ഈ കച്ചവടം നിനക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പോകും.